പതിയുള്ള കാളിംഗ് ബെൽ കേട്ടുകൊണ്ടാണ് റീമ ഉമ്മറത്തേക്ക് നടന്നത്. പുറത്ത് ചെറുതായി കെട്ടി ഉയർത്തിയ തിണ്ടും അടുപ്പുണ്ട്. അതിനെ മഴയിൽ നിന്ന് രക്ഷിക്കാൻ എന്നവണ്ണം മുകളിൽ സീറ്റ് കൊണ്ട് മറച്ചിരിക്കുന്നു. അവിടെ വൈകുന്നേരത്തെ ചായ പരിപാടിയിൽ ആണ് ഷാക്കിറ. തമ്മിൽ സംസാരിച്ച് റീമയും കൂടെ ഉണ്ടായിരുന്നു. അവിടെ നിന്നും ചെയ്തിരുന്ന ജോലിയൊക്കെ നിർത്തി കഴുകിയിട്ട് തട്ടത്തിൻ്റെ തൊമ്പിൽ തുടച്ചുകൊണ്ടവൾ പുറത്തെ ഡോർ തുറന്നു നോക്കി. ആരാ റബ്ബെ ബെല്ലടിക്കുന്നത്? ആരായിരിക്കും അത്? സജിന താൻ പോകുന്നതിന് മുമ്പ് ഒരു ദിവസം വരാമെന്ന് പറഞ്ഞിരുന്നെങ്കിലും അവളെ മുന്നിൽ കണ്ടപ്പോൾ ഒന്ന് അതിശയിച്ചു. ഫോർമാലിറ്റിക്ക് വരാമെന്ന് പറഞ്ഞാലും വരുമെന്ന് അവൾ കരുതിയില്ല. എന്ത് വാതിൽക്ക് തന്നെ നിൽക്കുന്നത്? നീ ആയിരുന്നോ ഇങ്ങനെ ബെല്ലടിച്ചത്? ഞാൻ വിചാരിച്ചു വല്ല കുട്ടികളൊക്കെ ആയിരിക്കുന്നു. പെട്ടെന്നാണ് അവളത് കണ്ടത്. അവരുടെ കൂടെ നിയാസും ഉണ്ട്, ഉമ്മയും ഉണ്ട്, ഒക്കെ ഉണ്ട്. അല്ലാ, കയറി വരിങ്ങട്ട് പഠിച്ചോനെ. റീമ അതാ അവരെ എല്ലാവരെയും അകത്തേക്ക് ക്ഷണിച്ചു. ഷാക്കിര എവിടെ? ഷാക്കിര എന്ന് വെച്ചാൽ സജിനയുടെ അനിയൻ്റെ ഭാര്യ, അതായത് ഭർത്താവിൻ്റെ അനിയൻ്റെ ഭാര്യ ആയതുകൊണ്ട് ഒരേ പ്രായമാണ്. പക്ഷെ എന്നാലും ഷാക്കിരത്തെ നമ്മൾ വിളിക്കും ബഹുമാനത്തിന് വേണ്ടിയിട്ട്, കാരണം ജ്യേഷ്ഠത്തി അല്ലേ എന്നുള്ള നിലക്ക്. അവർ സംസാരത്തിൽ ഏർപ്പെട്ടു. എന്നാൽ ഇതെല്ലാം കേട്ട് ഷാക്കിറ പുറത്തെന്തോ ഉണ്ടാക്കുന്ന തിരക്കിൽ, പഠിച്ചോനെ അവിടെ എന്തോ ഒച്ചപ്പാടെ കേൾക്കുന്നത്, അകത്ത് ആരോ വന്നിട്ടുണ്ടല്ലോ. ശരിക്കും അവൾ കൈ കഴുകി അകത്തേക്ക് വന്നു. ഏറെ വർഷങ്ങൾക്കപ്പുറം പ്രതീക്ഷിക്കാതെ സജിനയെ മുന്നിൽ കണ്ടപ്പോൾ ഷാക്കിറയുടെ കണ്ണുകൾ നിറഞ്ഞു. കാരണം ആ തറവാട്ടിൽ തന്നെ സഹായിക്കാനുണ്ടായിരുന്നത് ഷാക്കിറ മാത്രമായിരുന്നു. പണ്ടത്തെ പല കാര്യങ്ങളും അവളുടെ മനസ്സിലൂടെ മിന്നിമാഞ്ഞു. എല്ലാം മറന്നു വരികയായിരുന്നു. കണ്ണു നിറച്ചു തന്നെ നോക്കുന്ന ഷാക്കിറയെ കണ്ട് സജിനക്കും വിഷമമായി. എന്തിനാടോ കരയുന്നത്? താൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടതിൽ സന്തോഷിക്കല്ലേ വേണ്ടത്? അവിടുന്ന് രക്ഷപ്പെട്ട് തന്നെ ഭാഗ്യമായെന്ന് കരുതിക്കോ. സജിന അവളെ ആശ്വസിപ്പിക്കാൻ എന്നവണ്ണം പറഞ്ഞു. റീമയും നിയാസും തമ്മിൽ അവൻ്റെ ഇപ്പോഴത്തെ വർക്കിനെ പറ്റിയും അവിടെ റീമ ജോലി ചെയ്യുന്നിടത്തെ വിശേഷങ്ങളും ഒക്കെ സംസാരിക്കുമ്പോൾ നിയാസിൻ്റെ ഉമ്മ ഷാക്കിറയുടെ അടുത്ത് കസേര ഇട്ടിരുന്നു. ഷാക്കിറയും സജിനയും സംസാരിക്കുന്നത് നോക്കിയിരുന്നു. അവരുടെ സംസാരം സ്റ്റിച്ചിങ്ങിലും ഫാഷൻ ഡിസൈനിങ്ങിലും എല്ലാം അങ്ങ് കടന്നുപോയി. ഉപ്പ നിയാസിനടുത്തും ഉമ്മ ഷാക്കിറയുടെയും സജിനയുടെയും നിയാസിൻ്റെയും ഉമ്മയുടെയും കൂട്ടത്തിൽ കൂടി. അതിനിടയിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന അപ്പങ്ങൾ 2 പ്ലേറ്റിലും 2 കൊണ്ടുവന്ന് വേറെ ഒന്നിൽ ചിപ്സും എടുത്ത് ഒപ്പം നല്ല പാൽച്ചായയും എല്ലാവരും ആസ്വദിച്ച് കഴിച്ചെഴുന്നേറ്റു. പോകാനിറങ്ങുന്നതിൻ്റെ മുമ്പേയായി നിയാസിൻ്റെ ഉമ്മ ഷാക്കിറയുടെ ഉമ്മയോടായി ചോദിച്ചു, ഇനി ഇവൾക്ക് കല്യാണം നോക്കണില്ലേ? അവൾക്കും വേണ്ടേ ഒരു കുടുംബവും ജീവിതമൊക്കെ? അത് കേട്ടപ്പോൾ അവർ തല കുനിച്ചു നിന്നു. ഈ കുട്ടികളില്ലാത്ത ഞാൻ ഇനി എങ്ങനെ കുടുംബം ഉണ്ടാക്കാനാ എന്ന ചോദ്യം അവളിൽ തന്നെ നെരിഞ്ഞമർന്നു. അതെ, മക്കളുണ്ടാവില്ലല്ലോ, പിന്നെ ഇപ്പം എന്തിനു വേണ്ടിയിട്ട് വേണം? അവൾക്ക് പറ്റിയൊരു വിവാഹാലോചന വരട്ടെ. സ്വത്തും മുതലും ഒന്നും അധികം ഇല്ലെങ്കിലും വേണ്ടിയിരുന്നില്ല. പണിയെടുത്ത് കുടുംബം പോറ്റുന്ന ദുശ്ശീലങ്ങളില്ലാത്ത ആരെങ്കിലും ആയാൽ മതി. ഉമ്മ തൻ്റെ മനസ്സിലുള്ളത് പറഞ്ഞു. എനിക്ക് മോളെ പറ്റി അറിയാം. സജിന പറഞ്ഞിരുന്നോ ഇവളെ കുറിച്ചൊക്കെ? എൻ്റെ ഒരു ചെറിയൊരു ആഗ്രഹം പറയട്ടെ. നിയാസിൻ്റെ ഉമ്മയുടെ ആ ഒരു വാക്കുകൾ എന്താണെന്ന് അവർ സൂക്ഷിച്ചു കേട്ടു. നിയാസിനിപ്പോൾ ഉപ്പയും ഞാനും ഇല്ലാതെ ആരുമില്ല. കുട്ടിയും ഓളൊക്കെ മരണപ്പെട്ടില്ലേ ഗൾഫിൽ, ആ ആക്സിഡൻറ്റിൽ. എന്താ ചെയ്യുക, ഓരോ വിധിയില്ലേ. എൻ്റെ കുട്ടി അതിങ്ങനെ മറന്നു തുടങ്ങാൻ പെട്ടെന്ന് കഴിയൂലല്ലോ. അതും കളിച്ച് ചിരിക്കണ നല്ല കുട്ടികളും നല്ല രീതിയിൽ ജീവിച്ച ഭാര്യയും കൂടെ ഒക്കെ ആവുമ്പോഴേ ഓൾക്ക് പ്രയാസമായിരിക്കും. എന്തൊക്കെ തന്നെയായാലും അവൻ്റെ ജീവിതത്തിലും ഒരാൾ വേണം. അത് തമ്മിൽ അറിയുന്നവരായാലെന്താ? ഷാക്കിറയെ നിയാസിനെ കൊണ്ട്. എന്നാൽ ഇത് കേട്ട് ഉമ്മ എന്താണ് പറഞ്ഞു വരുന്നത് എന്ന് മനസ്സിലായ ഒരു ടെൻഷനിലായിരുന്നു അവന്. എങ്ങനെ തനിക്ക് സമ്മതമല്ലെന്ന് പറയും? റീമയുടെ മനസ്സും അത് കേട്ട് വേദനിക്കില്ലേ? ഇത്താത്തിയുടെ ജീവിതം ഇങ്ങനെ ആയതിൽ ഒരുപാട് വിഷമമുണ്ട് അവൾക്ക്. അവനറിയാവുന്ന കാര്യമാണ് അത്. മോൾക്ക് കുഞ്ഞുങ്ങൾ
റീമയുടെ ഉമ്മ വ്യസനത്തോടെ പകുതിയിൽ നിർത്തി. നിയാസിൻ്റെ കുഞ്ഞും മരിച്ചത് അവർക്കറിയാം. പക്ഷെ എൻ്റെ മോൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ലല്ലോ. കുഞ്ഞുങ്ങളില്ലാത്തതിൻ്റെ പേരിലല്ലേ അവൾ അവിടുന്ന് പോകുന്നത്. എന്താ ചെയ്യുക? അപ്പം പിന്നെ ഒരു കുഞ്ഞെന്ന മോഹത്തിന് ഷാക്കിരയെ പറ്റില്ലല്ലോ. അവൾക്ക് മക്കളുണ്ടാവില്ലല്ലോ. ശരിക്കും അവർക്കൊരു വിഷമം തോന്നി. അതായത് കുഞ്ഞ് മരിച്ചത് കൊണ്ട് നിയാസിന് ഒരു കുഞ്ഞിനെ കാണുമ്പോൾ ഒരു പക്ഷേ സന്തോഷമായിരിക്കാം എന്ന് കരുതിയിട്ടാണ്. ഹോ, ഏയ് അതിനവൾ ഡോക്ടറൊന്നും കാണിച്ചില്ലല്ലോ, ഉണ്ടാകുമല്ലോ എന്നൊക്കെ അറിയാനേ. പിന്നെ ഇനി അവൾക്ക് കുഞ്ഞുങ്ങളില്ലെങ്കിലും ഇപ്പോൾ കുഴപ്പമില്ല. ഉണ്ടായ കുഞ്ഞുങ്ങളല്ലേ ആയുസില്ലാതെ മരിച്ചത്. എല്ലാം പഠിച്ചവൻ്റെ തീരുമാനമായിരിക്കും. എൻ്റെ നിയാസിനിപ്പോൾ പഠിച്ച റബ്ബൊരു കുട്ടിയെ കൊടുത്തു. എന്നിട്ടിപ്പോൾ എന്തായി? പഠിച്ചവൻ എന്നെ കൊണ്ടുപോയി. എത്ര ചെറുപ്രായത്തിൽ. അങ്ങനെ അതിനേക്കാൾ സുഖല്ലേ മക്കളില്ലാതെ. എത്ര കുഞ്ഞുങ്ങൾ ഉമ്മയുടെ സ്നേഹവും ഉപ്പയുടെ സ്നേഹവും കാത്ത് ഈ ഭൂമിയിൽ ജീവിക്കുന്നു. ചിലപ്പോൾ നിങ്ങൾക്ക് രണ്ടുപേർക്കും പഠിച്ചവൻ ഇങ്ങനെയൊരു വിധി നൽകിയത് അതുകൊണ്ട് മറ്റു കുഞ്ഞുങ്ങളുടെ സന്തോഷത്തിന് വേണ്ടിയാണെങ്കിലോ? ആ ഉമ്മയുടെ മനസ്സിൻ്റെ വിശാലത ഓർത്തുപോയി ആ വീട്ടിലുള്ളവർ. അതെ, വേറൊരു കുഞ്ഞിനെയെങ്കിലും ദത്തെടുത്തിട്ടെങ്കിലും അവർക്ക് ഒരു കുഞ്ഞായി ജീവിക്കട്ടെ എന്നായിരിക്കും അവർ വിചാരിച്ചത്. ഹോ, ആ മനുഷ്യന് എത്ര തരം താഴ്ന്ന ആളുകൾ. ഒരു ഡോക്ടറെ പോലും കാണിക്കാതെ കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ലെന്ന് സ്വയം വിധി എഴുതി വേറെ വിവാഹം കഴിച്ചവൻ, അവനെ കൊണ്ട് കഴിപ്പിച്ചവൻ. ഉമ്മയുടെ സംസാരം കേട്ട് നിയാസ് ഇരുന്ന് വിയർത്തു. അത് ഷാക്കിർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടായില്ലെന്ന് അറിഞ്ഞിട്ടല്ല, ഒരു വിവാഹം കഴിക്കാനേ അവൻ്റെ മനസ്സ് ഇപ്പോഴും പാകമായിട്ടില്ല എന്നതുകൊണ്ടായിരുന്നു. തൻ്റെ ജീവിതത്തിലേക്ക് ഒരാൾ കടന്നു വന്നാൽ ഈ ഒറ്റപ്പെടൽ മാറുമെന്ന് ഉമ്മ വിചാരിക്കുന്നതിൽ തെറ്റു പറയാനും അവനെ കൊണ്ടാവുന്നില്ലല്ലോ. നിയാസ് ഓരോന്ന് വിചാരിച്ചു. എത്രയും വേഗം വിവാഹം കഴിഞ്ഞ് കുടുംബമായി ജീവിക്കണം എന്നല്ല പറഞ്ഞു വരുന്നത്. ഒരു വിവാഹം കഴിഞ്ഞ് നിങ്ങളുടെ മനസ്സ് രണ്ടു പേർക്കും തമ്മിൽ സ്ഥാനങ്ങൾ ഇരു മനസ്സും നൽകി വരുമ്പോൾ ജീവിതം തുടങ്ങാം. രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സറിഞ്ഞ് സംസാരിക്കണം. വീണ്ടും ആ ഉമ്മ പറഞ്ഞു കൊണ്ട് പോകാൻ ഇറങ്ങി. എന്തായാലും നമുക്കിനിയും സംസാരിക്കാം, ഇടയ്ക്ക് വിളിക്കാം, കുറച്ചു നേരം ഇതിനെപ്പറ്റി ആലോചിക്കാൻ രണ്ടു പേർക്കും സമയം നൽകാം. എന്നാലും അവസാനം വിവാഹത്തിന് സമ്മതമാണെന്ന് കേൾക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് കേൾക്കാനാണ്. അത് പറയുമ്പോൾ രണ്ടുപേരുടെയും മുഖത്തേക്ക് മാറി മാറി നോക്കി. റീമയുടെ കൂടെ 2 ദിവസം നിൽക്കാമെന്ന മോഹത്തോടെ സന്ധ്യയ്ക്ക് കയറി വന്നതാണ് ഫെബിയും മക്കളും. ഫെബിയുടെ ഭർത്താവ് വന്നിട്ടില്ല. ഉമ്മയും ഉപ്പയും തനിച്ചല്ലേ എന്ന് പറഞ്ഞ് അവർ പിന്നെ സഹോദരിമാർക്കൊരു പ്രൈവസി ആയിക്കോട്ടെ എന്നാവും വിചാരിച്ചത്. ഫെബി കൂടെ വന്നതോടെ ആ വീട്ടിൽ ഒച്ചയും ബഹളവും കളിയും ചിരിയൊക്കെ ആയി. തൻ്റെ ജീവിതത്തിലും ഇങ്ങനെ കുഞ്ഞുങ്ങൾ വേണമെന്ന മോഹം ഷാക്കിറയ്ക്ക് ഏറിയേറി വന്നു. അനിയത്തിയെയും മക്കളെയൊക്കെ കാണുമ്പോൾ വല്ലാത്തൊരു സന്തോഷമാണ്. അല്ലാ, എനിക്ക് മാത്രം നീ കുഞ്ഞുങ്ങളെ തന്നില്ലല്ലോ എന്നൊരു ടെൻഷനും. നിയാസും ഉമ്മയും സജിനയും വന്ന കാര്യം റീമയും ഉമ്മയും പറഞ്ഞറിഞ്ഞ് ഫെബി. ആർക്കും നിയാസിൻ്റെ പ്രപ്പോസൽ ഇഷ്ടമായി. അവർക്കും ശരിക്കും അവൾ പറഞ്ഞു, നല്ല മനുഷ്യനല്ലേ, എന്താ ചെയ്യുക, ഭാര്യയും കുട്ടി മരിച്ചു പോയതല്ലേ, നല്ലൊരു മനുഷ്യനാണ് അയാൾ, ഒരിക്കലും ആബിദിനെ പോലെ ആകില്ല. ആബിദ് എന്തായിരുന്നു സാധനം, ഒരാൾ ഉണ്ടായിരിക്കാൻ മറ്റു പെണ്ണിൻ്റെ ചിന്തയിലായിരുന്നു. പക്ഷെ ഇത് നോക്ക്, പാവമാണ്, എന്നിട്ട് പോലും അദ്ദേഹത്തിന് അങ്ങനത്തെ ഒരു ചിന്തയും കാര്യങ്ങളൊന്നുമില്ലല്ലോ. ഷാക്കിറിയെ സ്നേഹിച്ചാൽ പിന്നെ മരണത്തിലല്ലാതെ വേർപിരിയിപ്പിക്കുകയില്ല. ഫെബിക്കു ഈ വിവാഹം എങ്ങനെയെങ്കിലും നടന്നാൽ ഇത്താത്തയുടെ ജീവിതം കളറായേനെ എന്നൊരു ചിന്ത വന്നു തുടങ്ങി. എന്താണ് നിന്റെ മുഖം ടെൻഷനോടെ ഇരിക്കുന്നത്? നിയാസിൻ്റെ ഫ്രണ്ട് പ്രസാദ് ചോദിച്ചു. ഈ സമയം പുറത്ത് അവൻ്റെ ഫ്രണ്ടും ആണ്. അവൻ്റെ ഫ്രണ്ടിൻ്റെ കൗൺസിലിംഗ് കൊണ്ടാണ് നിയാസ് അങ്ങനെ പോകുന്നത്. എങ്കിലും ആയതെന്ന് പറയാം. എങ്ങനെയെങ്കിലും മറ്റേത് ആകപ്പാട് ടെൻഷനായിരുന്നു. ഭാര്യയും കുഞ്ഞും മരിച്ച ടെൻഷൻ മാറിയിട്ടില്ലായിരുന്നു. നിയാസ് ഇന്ന് ഷാക്കിരയുടെ വീട്ടിൽ വെച്ച് ഉമ്മ പറഞ്ഞ കാര്യങ്ങൾ ഒറ്റ ശ്വാസത്തിൽ കൂട്ടുകാരൻ പ്രസാദിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചു. ആദ്യം കേട്ടപ്പോൾ പ്രസാദും ഒന്ന് പകച്ചു. എങ്കിലും അവൻ്റെ ജീവിതത്തിൽ വീണ്ടും ഒരു കൂട്ട് നല്ലതാണെന്നും അവനും അറിയാവുന്നത് കൊണ്ട് തന്നെ അവൻ ഉമ്മയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നതിനോടൊപ്പം ഒരു മോട്ടിവേഷൻ കൊടുക്കുകയും ചെയ്തു. ശരിയാണടാ, ഒറ്റപ്പെട്ടിങ്ങനെ ജീവിച്ചിട്ടെന്താ, നമ്മളെപ്പോഴും നമ്മുടെ കൂടെ ഒരാളുണ്ടാകുമ്പോൾ അത് എപ്പോഴും നല്ലൊരു സന്തോഷമുള്ള എന്ത് നമ്മൾ പങ്കുവെക്കണം. അല്ലാതെ ഈ മിണ്ടാതെയും പറയാൻ നിന്നിട്ട് കാര്യമില്ല. എല്ലാത്തിനും പറയാനും നമ്മളുടേത് കേൾക്കാനും ഒരാളുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ലതാണ്. ഒറ്റപ്പെട്ടുള്ളൊരു ജീവിതം
നമ്മുടെ മനസ്സിലെ സന്തോഷങ്ങളും ദുഃഖങ്ങളും ഒരാളോട് നമുക്ക് പറയാനുണ്ടായിരുന്നെങ്കിൽ അവർ നമ്മൾ കേൾക്കും എന്ന് തോന്നുമെങ്കിൽ നമുക്കും വല്ലാത്തൊരു ആശ്വാസമായിരിക്കും. മറ്റേത് മിണ്ടാതെയും പറയാതെയും ഒറ്റപ്പെട്ട് നിൽക്കുന്ന അവസ്ഥ, ആരോടും ഒന്നുമില്ലാത്തൊരവസ്ഥ. അങ്ങനെ ആയിക്കഴിയുമ്പോൾ ശരിക്കും ടെൻഷനാണ് വരിക. നമുക്ക് സംസാരിക്കാൻ ഇടപഴകാൻ നമുക്ക് പറ്റിയ ഒരാൾ ഉണ്ടാവുക എന്ന് വെച്ചാൽ അതൊരു ഭാഗ്യം തന്നെയാണ്. എടാ, നീ ഒന്നിനും എതിര് പ്രവർത്തിക്കണ്ട. അതെ, നിനക്കിപ്പോൾ ഒരു കൂട്ട് അത്യാവശ്യമാണ്. ശരിക്കും പ്രസാദിൻ്റെ ആ ഒരു വാക്കുകൾ കേട്ടപ്പോൾ അവൻ ഞെട്ടിപ്പോയി. അവനൊന്നും പറയാനുണ്ടായിരുന്നില്ല. എന്നാൽ ഈ സമയം അതാ റീമയുടെ ഫോണിലേക്ക് ഷാക്കിർ വിളിക്കുന്നു. ഫോൺ ബെല്ലടിക്കുന്നത് കണ്ട് അവൾ ഫോൺ എടുത്തു. ഹലോ നിയാസാണ്. ഹലോ. ആ റീമ, എനിക്ക് അവളോടൊന്ന് സംസാരിക്കണം. ആ ആ അത് അതെ, ആ ഷാക്കിരയോട്. ഷാക്കിരയോടോ? ഓ അങ്ങനെ. അവനും കൂടി അങ്ങനെ പറഞ്ഞപ്പോൾ അവൾക്ക് തോന്നി ഈ ഒരു ബന്ധത്തിന് അവൻക്ക് താല്പര്യമുണ്ട് എന്നുള്ളത്. കാരണം കൂട്ടുകാരനെല്ലാം പറഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട്. എന്നാൽ ഈ സമയം അവൻ പറഞ്ഞു, പറ്റുമെങ്കിൽ അവളെ കൂട്ടി ഒന്ന് പുറത്തേക്ക് വരുമോ? ഏ ആ അത് നിയാസ്, ഞാൻ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് വിളിക്കാട്ടോ എന്ന് പറഞ്ഞ് അവൾ ഫോൺ കട്ട് ചെയ്തു. റീമ അപ്പോൾ തന്നെ ഓടി തൻ്റെ സഹോദരങ്ങളുടെ അരികിലേക്ക്. അതേ ഷാക്കിർത്താ, എന്താടേ? അത് പിന്നെണ്ടല്ലോ ഫെബിയെ, നീ അറിഞ്ഞോ? അതായത് നിയാസിനെ ഓളൊന്ന് കാണണം പോലും. അപ്പോൾ ഓൻ്റെ മനസ്സിലൊരു ഇഷ്ടമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അവന് താല്പര്യമൊക്കെ ഉണ്ട്. കണ്ടിട്ടില്ലല്ലോ. കണ്ടാ ഇനി എന്തായിരിക്കും ആവോ, എന്തൊക്കെ പറയാണ്ടാവുന്നാവോ അറിയില്ല. എന്നാൽ അത് കേട്ടപ്പോൾ ഷാക്കിർക്ക് ഒരു ഭയം തോന്നി. റബ്ബേ പഠിച്ചോനെ. അവൾ ദീർഘനിശ്വാസം വിട്ടു. ആ 3 സഹോദരിമാർക്കിടയിലും ആ ഒരു വാർത്ത അത് വലിയൊരു സന്തോഷമായി മാറി. എന്നാൽ ഷാക്കിറ അല്പം ഭയത്തോടു കൂടിയാണ് ആ ഒരു വാർത്തയെ അഭിമുഖീകരിക്കേണ്ടി വരുന്നത്. അനിയത്തിമാർക്ക് ഞങ്ങളുടെ ഇത്താത്ത എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്നുള്ള ചിന്ത മാത്രമായിരുന്നു അവർക്ക്. കാരണം ഒരുപാട് അനുഭവിച്ചതാണ് ആബിദിൻ്റെ അടുത്ത് നിന്നും അവൻ്റെ ഉമ്മയുടെ അടുത്ത് നിന്നും ഒരുപാട്. ഇനിയെങ്കിലും അവൾക്ക് നല്ലൊരു ജീവിതം കിട്ടണമെന്നായിരുന്നു അനിയത്തിമാർ പ്രാർത്ഥിച്ചിരുന്നത് അവരുടെ ഇത്താത്താക്ക് വേണ്ടി. ആ നിമിഷം തന്നെ അതാ അവർ 3 പേരും സന്തോഷത്തോടു കൂടി പരസ്പരം മുഖത്തേക്ക് നോക്കി. അവർ 2 പേരും ഷാക്കിരയുടെ അടുത്തേക്ക് വന്നു. വളരെ സന്തോഷത്തോടെ വരുന്ന തൻ്റെ അനിയത്തിമാരെ കണ്ട് അവരുടെ സന്തോഷത്തിനുള്ള കാരണം അറിയില്ലെങ്കിലും അവരുടെ സന്തോഷം അവളിലേക്കും പകർന്നു. ഒരു കുഞ്ഞു പുഞ്ചിരിയോടെ ഷാക്കിര അവരെ നോക്കി. അവർ 2 പേരും അവളുടെ അപ്പുറവും ഇപ്പുറവും ഇരുന്ന് 2 പേരും ഓരോ കൈ പിടിച്ചെടുത്തു. ഇവൾ പോകുന്നതിന് മുമ്പ് നമുക്ക് ഒന്ന് പുറത്തു പോകാം. നമുക്ക് പോവുമല്ലേ പുറത്തേക്ക്? ഇത്രയും സ്നേഹത്തോടെ പറയുമ്പോൾ ആർക്കാണ് നിരസിക്കാൻ കഴിയുക? ഷാക്കിറക്ക് അത് ഒഴിവാക്കാൻ കഴിഞ്ഞില്ല. അവർ സമ്മതത്തോടെ തലയാട്ടിയപ്പോൾ കൂടെ ഇത്താത്തിയെ അവർ പിടിച്ചെഴുന്നേൽപ്പിച്ചു. വരും, നമുക്കൊന്ന് പുറത്തു പോകാം. 3 പേരും കൂടെ ആദ്യം അവളെയും കൊണ്ട് പോയത് ബീച്ചിലേക്കായിരുന്നു. തൻ്റെ 2 സഹോദരിമാരുടെ കൂടെ മനസ്സറിഞ്ഞ് സന്തോഷിച്ചുകൊണ്ട് കടൽക്കാറ്റുമേറ്റ് നടക്കുന്നത് കൊണ്ടാകണം അവളുടെ മുഖം പതിവിലും തിളക്കമുണ്ടായിരുന്നു. കുറച്ച് നടന്ന് 3 പേരും ഇരിക്കാൻ കെട്ടിയ ഇരിപ്പിടത്തിൽ പോയിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ നിയാസ് വന്നതറിഞ്ഞു 3 പേരും എഴുന്നേറ്റു. റീമയുടെ കൂട്ടുകാരൻ. അങ്ങനെ മാത്രമേ ഷാക്കിർക്ക് അവനെ കണ്ടപ്പോൾ തോന്നിയുള്ളൂ. ഉമ്മ തങ്ങളുടെ വിവാഹത്തെക്കുറിച്ച് സംസാരിച്ചിരുന്നു എന്നത് അറിയാമെങ്കിലും ഒരു ഡോക്ടറായി അവന് താനുമായി വിവാഹത്തിനൊന്നും ഇഷ്ടമുണ്ടാവില്ല എന്നും വിചാരിച്ചിരുന്നു. കാരണം അവന് ഡോക്ടറാണ്. ഉമ്മ പറഞ്ഞിരുന്നെങ്കിൽ അതൊന്നും ഒരിക്കലും നടക്കുന്ന കാര്യമല്ല. നമുക്കെന്നാൽ എന്തെങ്കിലും കഴിച്ചാലോ? നിയാസ് വന്നു എല്ലാവരോടും കുശലാന്വേഷണം നടത്തി കൊണ്ട് റീമയുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. സമ്മതമെന്ന രീതിയിൽ തലയാട്ടിയപ്പോൾ നിയാസ് മുന്നിലും ബാക്കി 3 ബാക്കിലുമായി നടന്നു. കുറച്ചങ്ങ് നടന്നു അത്യാവശ്യം നല്ലൊരു ഹോട്ടലിൽ തന്നെ കയറി ഫാമിലി റൂമിൽ അവർ ഇരുന്നു. റീമയും ഫെബിയും മുഖത്തോട് മുഖം നോക്കി ഇരുന്നു. ഷാക്കിർ അവിടെ ഇരിക്കാൻ നിന്നപ്പോൾ അവർ അവളോട് നിയാസിൻ്റെ നേരെ ഫ്രണ്ടിൽ ഇരിക്കാൻ പറഞ്ഞു. വെപ്രാളത്തോടെ നോക്കിയവളോട് നിന്നോട് എന്തോ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞത്രേ അവർ. അത് അവൾ നിർബന്ധിച്ചു. അവളെ ചേർന്നടുത്തിരുത്തി. എന്തിനാണ്? 4 പേർക്കും കഴിക്കാനുള്ളത് ഓർഡർ ചെയ്തു. എങ്ങനെ തുടങ്ങണമെന്നറിയാതെ നിയാസും എന്താണ് തന്നോട് സംസാരിക്കാൻ എന്നറിയാതെ ഷാക്കിരയിൽ നിന്ന് പരുങ്ങി. എന്താണ് സംസാരിക്കുന്നതാവോ?
അതെനിക്ക് ഉമ്മ പറഞ്ഞു തന്ന കാര്യം. അവൻ ഷാക്കിരയുടെ മുഖത്തേക്ക് നോക്കി ഒരു വിധത്തിൽ പറയാൻ തുടങ്ങി. നമുക്ക് അതങ്ങ് നടത്താടോ. എൻ്റെ കുഞ്ഞുങ്ങളെയും ഭാര്യയെയും ഞാൻ മറന്നിട്ടല്ല. പിന്നെ നമുക്ക് രണ്ടു പേർക്കും ഇപ്പോൾ ഒരു കൂട്ട് ആവശ്യമല്ലേ. ഒരു കുടുംബജീവിതം നമ്മെക്കൊണ്ട് പെട്ടെന്ന് കഴിഞ്ഞെന്ന് വരില്ല. എന്നാലും തൻ്റെ മാതാപിതാക്കൾക്കും എൻ്റെ മാതാപിതാക്കൾക്കും ഇതുകൊണ്ട് മനസ്സിന് സന്തോഷം നൽകുന്നത് ആവട്ടെ. ബാക്കി ഒക്കെ കാലം നമ്മിൽ എന്ത് തോന്നിക്കുമോ അതുപോലെ ജീവിക്കാം. ഒരു കാര്യം ഉറപ്പു തരാം, ഒരിക്കലും ആരുടെയും മുന്നിൽ തന്നെ ഞാൻ തല താഴ്ത്താൻ ഉള്ള അവസരം ഉണ്ടാക്കില്ല. നമുക്കും ജീവിക്കടോ, ആദ്യൊരു ഫ്രണ്ടായി ജീവിക്കാം. പിന്നെ അതങ്ങ് ഓളത്തിൽ നീങ്ങിക്കോളും. അവന് മനസ്സിൽ അവളെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് അറിയില്ലെങ്കിലും തൻ്റെ മനസ്സിലുള്ളത് പറഞ്ഞു. ഉത്തരം എന്തു പറയണമെന്നറിയാതെ ആദ്യമായി ആബദിനു മുമ്പിൽ അല്ലാതൊരാളുടെ മുമ്പിൽ ഇരിക്കുന്നത് തന്നെ. സംസാരത്തിനിടയിലും അവൾ തൻ്റെ സഹോദരിമാരെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ടായിരുന്നു. ഒരാളുടെ മുമ്പിലും ഇങ്ങനെ ഇരുന്നിട്ടില്ല. അവളെ മനസ്സിലാക്കിയതുപോലെ അവൾക്ക് തന്നോട് ഇഷ്ടക്കുറവൊന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തിയവൻ മുന്നിൽ കഴിക്കാൻ കൊടുന്നു വെച്ച ഷവർമയും ജ്യൂസും കഴിക്കുന്നതോടൊപ്പം അവളോടും കഴിക്കുവാൻ പറഞ്ഞു. തലയും താഴ്ത്തി തന്നിൽ ഒരു നോട്ടം പോലും വന്നു ചേരാതെ കഴിക്കുന്നവളെ ഒരു നിമിഷം നോക്കി നിന്നവൾ. ബില്ല് പേ ചെയ്ത് ഒടുവിൽ പോകാൻ നേരം നിയാസ് റീമയോടും ഫെബിയോടും തൻ്റെ തീരുമാനം അവിടെ അറിയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. കാണാമെന്ന് പറഞ്ഞുകൊണ്ട് തിരികെ പോകുമ്പോൾ തലയും താഴ്ത്തി നിൽക്കുന്നവളുടെ മുഖത്തേക്ക് ഒന്ന് നോക്കി. അതെ, നമ്മുടെ ഷാക്കിരയുടെ ആ ഒരു പെണ്ണ് കാണൽ കഴിഞ്ഞു. ആ ഹോട്ടലിൽ വെച്ച് നിയാസ് അവളെ ശരിക്കും ഒന്ന് കണ്ട്. മാഷാ അല്ലാ, സുന്ദരി പെണ്ണ്, എനിക്ക് ഒത്തിരി ഇഷ്ടമായി. അവൾക്ക് സമ്മതമാണെങ്കിൽ അതെ, ഞാൻ അവളെ നിക്കാഹ് കഴിക്കാൻ തയ്യാറാണ്. ഒരു പക്ഷേ പെട്ടെന്നൊന്നും കഴിഞ്ഞെന്ന് വരില്ല. അവളുടെ മനസ്സിലുള്ള വേദനയും വിഷമവും എൻ്റെ മനസ്സിലുള്ള വിഷമവും വേദനയൊക്കെ തീരാൻ കുറച്ച് ടൈം എടുക്കും. എങ്കിലും ആദ്യം ഒരു ഫ്രണ്ടായിട്ട്, പിന്നീട് പതുക്കെ പതുക്കെ നിക്കാഹിലേക്ക് അങ്ങോട്ട്. അവൻ്റെ മനസ്സിൽ അതായിരുന്നു ചിന്ത. ഷാക്കിറക്കും ഇഷ്ടക്കേടൊന്നുമില്ല നിയാസിൻ്റെ കാര്യത്തിൽ. എന്തൊക്കെ തന്നെയാലും അവർ രണ്ടുപേരും ഒന്നാകുമോ? ഷാക്കിർ അനുഭവിച്ച വേദനകളും യാതനകളും എല്ലാം അവസാനിച്ചവർക്ക് പുതിയൊരു ജീവിതമുണ്ടാകുമോ? നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.